ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പോകുന്നത് മൈസൂർ പാലസ് എന്നറിയപ്പെടുന്ന അംബാവിലാസ് പാലസിലേക്കാണ്. ഇന്ത്യയിലെ മികച്ച ആസൂത്രിത നഗരമായ മൈസൂർ നഗരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മൈസൂർ പാലസിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് എടുത്ത് പാദരക്ഷകൾ സൂക്ഷിക്കുന്ന കൗണ്ടറിൽ പാദരക്ഷകൾ ഏൽപ്പിച്ച ശേഷം കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അഷ്ടഭുജാകൃതിയിൽ പണികഴിപ്പിച്ച അതിമനോഹരമായ ഹാളിലേക്കാണ്. ഇതിന്റെ സീലിംഗ് വോൾട്ടഡ് ഡോം മാതൃകയിലാണ്. ചുവരുകളിൽ ദസറയുമായി ബന്ധപ്പെട്ട ചുവർച്ചിത്രങ്ങൾ കാണാം. വീണ്ടും നാം മുന്നോട്ട് നടക്കുമ്പോൾ വിശാലമായ ഒരു നടുമുറ്റം കാണാം. ഇപ്പോൾ മ്യൂസിയമായി സംരക്ഷിച്ചിട്ടുള്ള കൊട്ടാരത്തിൽ വെള്ളിയിൽ തീർത്ത രാജസിംഹാസനവും ഇരിപ്പിടങ്ങളും ആനക്കൊമ്പിൽ തീർത്ത ഒരു ദസറ ചിത്രവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ മറ്റൊരു മുറിയിൽ കേരളത്തിന്റെ മഹാനായ ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളും വിദേശ ഭരണാധികാരികളുടെയും രാജകുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങളും കാണാം. മറ്റൊരു മുറിയിൽ അയൽ നാട്ടുരാജാക്കന്മാർ സമ്മാനമായി നൽകിയ വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഇറ്റാലിയൻ മാർബിളും പ്രിന്റഡ് ടൈൽസും രാജസ്ഥാൻ മാർബിളും ഗ്രാനൈറ്റും ഉപയോഗിച്ച് ഫ്ലോറിംഗ് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ അതിമനോഹരമായ ചിത്രപ്പണികൾ ദൃശ്യമാണ്. പടവുകൾ കയറി മുകളിലത്തെ നിലയിൽ എത്തുമ്പോൾ രാജശ്രീ കൃഷ്ണരാജ വൊഡയാർ നാലാമന്റെ രാജകീയ വേഷം ധരിച്ച പ്രതിമ കാണാം. പലതവണ തകർന്ന കൊട്ടാരം ഇന്നത്തെ നിലയിൽ പുനർനിർമ്മിച്ചത് ഈ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിനാണ്. പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ വലിയ ഗ്രൗണ്ടും പൂന്തോട്ടവും ദസറ ദിനത്തിൽ മാത്രം തുറക്കുന്ന പ്രധാന കവാടവും കാണാം. കൊട്ടാരത്തിലെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ദർബാർ ഹാൾ. ഹാളിന്റെ പ്രധാന ആകർഷണം സ്വർണ്ണ നിറത്തിലും നീല നിറത്തിലുമുള്ള ധാരാളം പില്ലറുകളാണ്. കൊട്ടാരത്തിനുള്ളിലായി പൂർണ്ണമായും വെള്ളിയിൽ പണിതീർത്ത ഒരു ഡോർ കാണാം.
മനോഹരമായ മൈസൂർ പാലസിൽ നിന്നും പുറത്തേക്കിറങ്ങി പ്രധാന കവാടത്തിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.